ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും? എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ കുറേ നാളായിട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊന്നുമില്ല, ഇവന് എന്നെ മിസ് ചെയ്തെന്നൊക്കെയാണ് പറയണത്. പക്ഷെ അവൻ എന്നെ നോക്കുന്നില്ല. നോക്കി, ഗുഡ് ബൈ. അപ്പോൾ ഇവനും എന്നെ മിസ് ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്തെങ്കിൽ മിസ് ചെയ്തില്ലെങ്കിലും ഒന്നും പറയണ്ട, ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ടും ഒന്നുമില്ല, നമുക്ക് മെയിനായിട്ടും മൈനിങ് തന്നെയാണ്. കുറേ മൈൻ ചെയ്യണം. പിന്നെ ഇപ്പം ഞാൻ കുറേ നാളായല്ലോ ഗെയിമിൽ കയറിയിട്ടും, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നോക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ ടച്ചൊക്കെ എന്തായാലും ഫുള്ള് വിട്ടുപോയിട്ടുണ്ട്, ബാക്ക് ടു ചെയ്തെടുക്കണം. സോ എന്തായാലും അതൊക്കെ തന്നെയാണ്. നിങ്ങൾ അവിടെ ഒരു കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു റൗണ്ട് കണ്ടു, അവിടെ ഞാൻ എന്തോ ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് അത് പണിഞ്ഞത്. പക്ഷെ സത്യത്തിൽ ഞാനത് എന്താണ് അവിടെ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളത് തന്നെ മറന്നുപോയി കേട്ടോ. അയ്യോ, കുറേ നാളായി ഗൈസ് ഈ ഒരു ഗെയിമിലോട്ടൊക്കെ നോക്കിയിട്ട്. ഫുള്ള് പഠിത്തമാണ്. സ്കൂൾ ഓപ്പൺ ആയതേ ഉള്ളൂ, പക്ഷെ എൻ്റെ 2 പേന തീർന്നു ഗൈസ്. സോ ബാക്ക് ടു മൈനിങ് എന്നുള്ള രീതിയിൽ ഞാൻ ഫുള്ളിരുന്ന് കുത്തിയിരുന്ന് മൈൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ വാർഡനൊക്കെയാണ് കൂടുതൽ സ്പോണാകുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3 വട്ടം അങ്ങോട്ട് വാർഡൻ സ്പോണായി. എങ്ങനെയൊക്കെ അവന്മാരെല്ലാം കൊന്നു, ഇനി സ്പോണാവല്ലേ എന്നൊരു പ്രാർത്ഥനയിലാണ് ഞാൻ ഇവരെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും എനിക്കാണെങ്കിൽ പുതിയ ബയോം എങ്ങനെയെങ്കിലും ഒന്ന് അൺലോക്ക് ചെയ്താൽ മതി എന്നാണ്. കാരണം വാർഡൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് നമുക്ക് അതിനൊന്ന് കൊല്ലാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ്ടൊക്കെയാണ് ഇപ്പോൾ കളിക്കുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ് ഓരോന്നും പൊട്ടിക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഞാൻ കുത്തിയിരുന്ന് പൊട്ടിക്കാൻ തന്നെ അടുത്ത ബയോം എങ്ങനെയെങ്കിലും ആക്കണം. ഇപ്പോൾ 6335 ആയിക്കണ് മൈൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് 7000 ആക്കണമെന്നാണ് തോന്നുന്നത്. ആക്കുമ്പോൾ പുതിയ ബയോം അൺലോക്ക് ആവും എന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അൺലോക്ക് ആയാൽ മതിയായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മുടെ വാർഡൻ സ്പോണായിരിക്കുകയാണ്. ഇനി എന്താണ് ഇവന് ഗോട്ടിൻ്റെ കത്ര പോലെയുള്ള എനിക്ക് ഇതോ ആ ഒരു സാധനം ആനിമേഷൻ ഇട്ട് ഗൈസ്. ഓടട്ടെ എനിക്ക് എന്നെ കൊല്ലും. അയ്യോ, ഈ ബ്ലാക്ക് ആവുന്നത് കാണുമ്പോൾ കുറച്ച് ടെററായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അതെന്താണ്, ചുമ്മാ ഒരു ഗോട്ടിനെ നമ്മൾ കൊല്ലത്തില്ലേ, അതുപോലെ നമ്മൾ കൊല്ലും, അത്രേ ഉള്ളൂ. കൊന്നിട്ട് വരാം. ഇതാ നോക്കൂ, വാർഡൻ്റെ അവശിഷ്ടങ്ങളോ അല്ല, വാർഡൻ്റെ ലൂട്ട്. സോ കൊന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ചുമ്മാ ഇത്ര പേടിക്കാനൊന്നും ഇല്ല ഗൈസ്. 2 വട്ടം കൊന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആവും. അപ്പോൾ ഇനി ബാക്ക് ടു മൈനിങ്. അപ്പോൾ വീണ്ടും മൈനിങ്. ഇനിയും ഒരു വാർഡനും കൂടെ സ്പോണായാൽ ഞാൻ തീരും. കാരണം എൻ്റെ ഊർജ്ജമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ബട്ട് ഡോണ്ട് വറി, ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും മൈൻ ചെയ്യണം. എനിക്ക് എന്തോ പറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? എനിക്കും അറിയില്ല. സ്കൂൾ ഓപ്പൺ ആയതിനു ശേഷം ഞാനല്ലാതെ ആയി. അതുകൊണ്ട് നമുക്ക് സ്നിക്കേഴ്സ് കഴിക്കണം, ഓക്കെ. പെട്ടെന്ന് തന്നെ ഞാൻ സ്നിക്കേഴ്സ് കഴിച്ച് സെറ്റാവുന്നതായിരിക്കും. ഞാൻ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ ഞാൻ ഇടുന്ന കുറച്ച് ചെറിയ ചളികളാണ് ഇതൊക്കെ. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് മൈൻഡ് ചെയ്യാം. മൈൻഡ് ചെയ്ത് നിറയുമ്പോൾ ഇൻവെൻറ്ററി നിറയുമ്പോൾ നമ്മൾ വീണ്ടും പോയി സോർട്ട് ചെയ്യുക. അങ്ങനെയാണ് കാര്യങ്ങൾ, ഓക്കെ. സോ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ നമ്മളൊരു റൗണ്ട് ഉണ്ടാക്കിയിട്ടെന്ന്. ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അത് ബാംബു ഫോറസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഞാനത് പണിഞ്ഞത്. അപ്പോൾ ഇവിടെ 2 ബ്ലോക്കും കൂടെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. നമുക്കതങ്ങ് ഫില്ല് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 2 ബ്ലോക്ക്. എൻ്റെ പൊന്നെ. ഇനി നമുക്ക് ബാംബു കൊണ്ടുവന്ന് അത് ഫുള്ളൊന്ന് നടാട്ടോ, ഓക്കെ. ഇതൊരു ചെറിയൊരു ബാംബു കാട് ആക്കാനുള്ള പരിപാടിയാണ്. സോ പോയിട്ട് ബാംബു കളക്ട് ചെയ്തിട്ട് വരാവേ. ശുഭം. പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഞാൻ ഇവിടെ തന്നെ സ്പോണായി. പക്ഷെ സാധനങ്ങളൊക്കെ പോയി, അതാണ് ഒരു പ്രോബ്ലം. ഒന്നുമില്ല, നമുക്ക് ബാംബു ഫോറസ്റ്റ് ഫുള്ള് ഫസ്റ്റ് സെറ്റാക്കാം. അത് കഴിഞ്ഞിട്ട് മതി ഇനി സ്വോർഡും ആർമറൊക്കെ സെറ്റ് ചെയ്ത്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. സോ നമുക്ക് വേഗം പോയിട്ട് ബാംബു ഫോറസ്റ്റ് ഫുള്ള് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഫെൻസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഫെൻസും സ്റ്റെയർസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും ഒന്ന് അവിടെ വരെ പോയിട്ട് വരാം. ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ഇവിടെ നിന്ന് അപ്പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ. ഞാൻ വീണ് പോയെന്ന് കേസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഫെൻസ് വെച്ചിട്ടേ ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് അടച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ഡിസൈനിൽ നമുക്ക് വീഴാത്ത രീതിയിലൊരു സാധനം ഉണ്ടാക്കി എടുക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം.
പിന്നെ കുറേ നേരമായിട്ടോ ഒരു വലിയ ചീവീട് കിടന്ന് വലിയ സൗണ്ടിൽ കിടന്ന് കയറുന്നുണ്ട്. ഞാനിവിടെ മാക്സിമം ഫാനൊക്കെ ഇട്ട് അത് സൗണ്ട് ഇല്ലാതെ ഇരിക്കാൻ ആക്കി മീൻസ് ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. സോ ഇഗ്നോർ ചെയ്യുക, ചീവീടിനോട് മാറി നിൽക്കാൻ പറ അല്ലേ. നിങ്ങൾക്ക് എൻ്റെ സംസാരം കേട്ടാൽ പോരെ, അപ്പോൾ ആ ചീവീട് സംസാരിക്കാൻ നിങ്ങൾ കേൾക്കണ്ട. സോ നമ്മൾ ഫൈനലി ഇവിടെ ഫുൾ ഇതേപോലത്തെ റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ വലിയ രസമൊന്നും ഇല്ലെങ്കിലും ലുക്കിംഗ് ഗുഡ്, അത് എനിക്ക് തോന്നുന്നു ലുക്കിംഗ് ഗുഡാന്ന്. അപ്പം അത് ഫുള്ള് നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് ബാമ്പു എടുക്കാം കേട്ടോ. ബാമ്പു എൻ്റെ ഇതിൽ പെട്ടിക്കകത്ത് ഇരിപ്പുണ്ടോ എന്നൊരു ഡൗട്ട്. നമുക്ക് പോയി നോക്കിയിട്ട് പെട്ടിക്കകത്ത് ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ആക്സിലോട്ടൽസ് ഒക്കെ ഇതിലുണ്ട്, നല്ല ക്യൂട്ടാണ്. കുറേ എല്ലൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്, പക്ഷേ അത് തന്നെ ഡെഡ് ആവുമോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്തായാലും അപ്പം എൻ്റെ കുറച്ച് ബാമ്പു ഇരിപ്പുണ്ട്, അപ്പോൾ അതെടുത്ത് നമുക്ക് ആദ്യം അവിടെ നടാം. ഫില്ലായില്ലെങ്കിൽ ഇതാ ഈ സൈഡിൽ നിൽക്കുന്ന ഇതിനെയും കൂടെ എടുക്കാം കേട്ടോ. എനിക്ക് ഈ സൈഡിൽ കൂടെ തന്നെ നടക്കണം, എന്നാലേ തറയിൽ വീഴത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബാമ്പു എല്ലാം എടുത്തിട്ട് അതിനകത്ത് നടാം. ബാമ്പു നടാൻ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നട്ട് വെച്ചാൽ മതി. ഓ 2 എണ്ണമായോ, ഇതിനെ പൊട്ടിച്ചെടുക്കാം. ബാക്കി അങ്ങ് നട്ടിരിക്കാം, നോക്കാം. ഫുള്ളൊന്ന് ഞാൻ നട്ട് ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാവേ. സോ ഇതാ ഇത്രയും ഫില്ല് ചെയ്യാനേ ഉള്ള ഇതേ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല, ഇത് വളരുന്നതിനനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ, സീനുള്ള കാര്യമില്ല. അപ്പം അത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാമ്പു ഫോറസ്റ്റ് സെറ്റാക്കി. പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോ എന്തുവാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരു വേൾഡിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ. പെട്ടെന്ന് തന്നെ ആർമർ സെറ്റ് ചെയ്യാം കേട്ടോ. ആർമർ പോയ വിഷമം ഒട്ടും ഇല്ലല്ലോ നമുക്ക്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആർമർ സെറ്റാക്കാം. അപ്പം ആർമറും ടൂൾസും ഉണ്ടാക്കണം, അതിന് കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. ഇതെടുക്കാം. ഗായ്സ്, വീണ്ടും ഒരു വാർഡൻ ഉണ്ടായിക്കണം. എന്ത് കഷ്ടമാണെന്ന് പറയണേ. കുറേ നേരമായി ഞാൻ ഈ ഒരു ഭയം എങ്ങനെയും ഒന്ന് മാറ്റാൻ നോക്കുവാണ്. ഒരെണ്ണം കൂടെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഇവനെയും കൂടെ എങ്ങനെയും ഒന്ന് തീർക്കണം. ഇവനെ കാണാൻ പറ്റുമോ നമ്മളെ? ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ എങ്ങനെയും ഇവനൊന്ന് തീർക്കട്ടെ കേട്ടോ. എന്ത് കഷ്ടമാണ്. ഞാൻ ഇവനെ എങ്ങനെയും തീർക്കട്ടെ, നിങ്ങളെ വേറെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. സോ അടുത്ത വീഡിയോ കാണാം. ഇവനെന്നെ പട്ടിയെ പോലെ ഇട്ട് തല്ലുന്നത് നിങ്ങൾ കാണണ്ട ഗൈസ്. ഇതുപോലെ കുറേ നേരമായി ഞാൻ സഹിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ. ശരിക്കും ബൈ.